ഹായ് കൂട്ടുകാരെ, ഇത് ഷിബു ആണ് ഡാളസിൽ നിന്ന്. ആ, നിങ്ങളൊക്കെ സന്തോഷവും സൗഖ്യമായി സുഖമായിരിക്കെ ഇരിക്കുന്നല്ലോ. ആ, ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു കണക്ക് ടീച്ചർ തൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ അടുത്ത് വിളിച്ചിട്ട് താൻ പഠിപ്പിക്കുന്ന കണക്കൊക്കെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റിനെ അടുത്ത് വിളിച്ചിട്ട് ആ, ആ കണക്ക് പഠിപ്പിച്ചതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താൻ തീരുമാനിച്ചു. അങ്ങനെ ആ സ്റ്റുഡൻറ്റിനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിൽ 3 ആപ്പിളുണ്ടായിരുന്നു. ആ ആ ആപ്പിളുകൾ 1, 2, 3 ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, കുട്ടിയുടെ കയ്യിൽ എത്ര ആപ്പിളുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പെട്ടെന്ന് മറുപടി പറഞ്ഞു, എൻ്റെ കയ്യിൽ 4 ആപ്പിളുണ്ടെന്ന്. അപ്പോൾ കണക്ക് ടീച്ചറിന് പെട്ടെന്നൊരു മനസ്സിൽ ഇനി ഞാൻ ചോദിച്ച ചോദ്യം ആ, ആ, തെറ്റിപ്പോയോ, അതോ കുട്ടിക്ക് മനസ്സിലായില്ല ആയിരിക്കുമെന്ന് വിചാരിച്ചു. അതേ കാര്യം, അതേ പ്രക്രിയ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ആപ്പിളുകൾ തിരിച്ചു മേടിച്ചിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ആപ്പിളുകൾ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ചോദിച്ചു, കുട്ടി ഇപ്പോൾ എത്ര ആപ്പിളുണ്ട് കുട്ടിയുടെ കയ്യിലുണ്ട് ചോദിച്ചപ്പോൾ കുട്ടി വീണ്ടും മറുപടി പറഞ്ഞു, ടീച്ചറെ എൻ്റെ കയ്യിൽ 4 ആപ്പിളുണ്ടെന്ന് പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ വീണ്ടും കണക്ക് ടീച്ചറിന് ഒരു ചെറിയ ഷോക്ക് പോലെ തോന്നി. താൻ ഇത്രയും നാളും വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് ഇങ്ങനെയാണല്ലോ കണക്ക് പഠിച്ചതെന്ന് വിചാരിച്ച പിന്നെയും ഒരു പ്രാവശ്യം കൂടി കുട്ടിയോട് ഇതേ പ്രക്രിയ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചു. ആപ്പിളുകൾ ഓരോന്നായിട്ട് കൊടുത്തു. വീണ്ടും കുട്ടിയുടെ മറുപടി മാറിയിട്ടില്ല. കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ 4 ആപ്പിളുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ടീച്ചർ തൻ്റെ ആ ഒരു മെത്തേഡ് ഒന്ന് മാറ്റി നോക്കി. താൻ ആപ്പിളുകൾ മാറ്റിയിട്ട് 3 ഓറഞ്ചസ് എടുത്തിട്ട് കുട്ടിയുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തു. എന്നിട്ട് 1, 2, 3 എന്ന് കൊടുത്തിട്ട് കുട്ടിയോട് ചോദിച്ചു, കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഓറഞ്ച് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ടീച്ചറിന് പെട്ടെന്നൊരു ഷോക്ക് പോലെ തോന്നുകയും പെട്ടെന്ന് എന്തുകൊണ്ട് കുട്ടി ഇങ്ങനെ പറയുന്നു എന്ന് ടീച്ചറിന്